UDFും അവരുടെ സൈബർ സംഘങ്ങളും തനിക്കെതിരെ അപവാദവും ദുഷ്പ്രചരണവും നടത്തുന്നു എന്ന ആരോപണവുമായി വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും അവരുടെ മീഡിയ വിഭാഗവുമാണ് ഇതിനു പിന്നിലെന്നും ശൈലജ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് ശൈലജയുടെ ഈ ആരോപണം. തനിക്കെതിരെ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കുകയാണ് എന്നും അതിനായി UDFന്റെ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ശൈലജ ആരോപിച്ചു. എന്റെ വടകര KL11 എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നിരന്തരം അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പാനൂർ സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണയുടെ കൂടെ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ നൌഫൽ കൊട്ടിയത്ത് എന്ന കുട്ടിയുടെ ചിത്രമാണ് ഇത് എന്നും നൌഫൽ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നുവെന്നും ശൈലജ ചൂണ്ടിക്കാട്ടി. കാന്തപുരത്തിന്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയെന്നും ലെറ്റർ പാഡിൽ ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മ എന്ന പേരിലാണ് പ്രചരിപ്പിച്ചത് എന്നും അവർ ആരോപിച്ചു. ഈ ഗൂഢസംഘത്തെ ആരെങ്കിലും നിയന്ത്രിക്കണമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഇതൊന്നും എതിർ സ്ഥാനാർത്ഥി അറിയില്ലെന്നാണ് പറയുന്നത് എന്നും എന്നാൽ അദ്ദേഹത്തിന്റെ അറിവോടെ തന്നെയാണ് ദുഷ്പ്രചരണം നടത്തുന്നത് എന്നും ശൈലജ കുറ്റപ്പെടുത്തി. ആദ്യമായല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നും എന്നാൽ ഇത്തരത്തിൽ വ്യക്തിഹത്യ നേരിടേണ്ടി വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നും മുൻമന്ത്രി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ പ്രവർത്തിച്ച് ജയിക്കാമെന്ന വ്യാമോഹം വേണ്ട എന്നും ശൈലജ ടീച്ചർ ഓർമ്മപ്പെടുത്തി. തന്റെ രാഷ്ട്രീയത്തിലോ പ്രവർത്തനത്തിലോ വിമർശനമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാമെന്നും എന്നാൽ വോട്ടർമാർ ഇത്തരം അപവാദ പ്രചരണത്തിൽ വിശ്വസിക്കരുത് എന്നും ശൈലജ ടീച്ചർ അഭ്യർത്ഥിച്ചു. അതേസമയം സൈബർ ആക്രമണത്തിനെതിരെ KK ശൈലജ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഷാഫി പറമ്പിലിനെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് പരാതി നൽകിയത്. ഷാഫി പറമ്പിലിന്റെ അറിവോടെയും സമ്മതത്തോടെയും പ്രോത്സാഹനത്തോടെയുമാണ് സൈബർ ആക്രമണം നടത്തുന്നത് എന്നും UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുകയാണ് എന്നും ശൈലജ പറഞ്ഞു. പോലീസിന് പരാതി നൽകിയിട്ടും നടപടിയില്ല. സൈബർ ആക്രമണം നടത്തുന്ന അക്കൗണ്ടുകളെ കുറിച്ച് കൃത്യമായ വിവരമടക്കം നൽകിയാണ് ശൈലജ ടീച്ചർ പരാതി നൽകിയിരിക്കുന്നത്. KK ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങളിൽ പ്രതിഷേധവുമായി സാധാരണക്കാരും രംഗത്തെത്തുകയാണ്. ഇതിനോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലും ടീച്ചറമ്മയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. നിപ കോവിഡ് പ്രതിസന്ധികളെ കേരളവും കേരളത്തിന്റെ ആരോഗ്യരംഗവും നേരിട്ടത് അന്നത്തെ ആരോഗ്യമന്ത്രിയായ KK ശൈലജ ടീച്ചറിന്റെ ശക്തമായ നേതൃത്വത്തിലാണ്. ഇതിന് കേരളം നന്ദി പറഞ്ഞത് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചറെ കേരളം വിജയിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും മത്സരിക്കുന്ന ശൈലജ ടീച്ചർക്ക് ശക്തമായ ജനപിന്തുണയുണ്ടെന്ന് മനസ്സിലാക്കിയ എതിരാളികൾ തരം താഴ്ന്ന തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. അതേസമയം UDF തുടർച്ചയായ 3 തവണ വിജയിച്ച മണ്ഡലം ഇക്കുറിയും നിലനിർത്താൻ തീവ്ര ശ്രമത്തിലാണ് ഷാഫി പറമ്പിൽ. 2019 84,663 വോട്ടുകൾക്കായിരുന്നു UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ വിജയം. എന്നാൽ ഏതുവിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFനായി മത്സരിക്കുന്നത് KK ശൈലജ ടീച്ചറാണ്.